അല്ല, ലീവ് എടുത്തിട്ട് തിരിച്ചു പോന്നു. എന്തു പറ്റി മായ? ഇത്രയും നേരം അവിടെ ആയിരുന്നു. അവിടെ കിടക്കാനായിരുന്നു പ്ലാൻ. കൊള്ളാം, മായക്കൊരു കൂട്ടായല്ലോ. ആ, ഞാനൊന്ന് കൊടുത്തിട്ട് വരാം. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. ജാനകി സിസ്റ്റർ നല്ലവരാ. മോളെ പോലുള്ള 2 മിടുക്കി കുട്ടികൾ അവർക്കുണ്ട്. ഞാൻ പിന്നെ വരാന്ന് പറ. ഇപ്പൊ തന്നെ കുട്ടി ചെല്ലാൻ എന്നോട് പറഞ്ഞു. ഡാഡിയോട് ഇത് വായിച്ചോണ്ടിരിക്കാൻ പറ. ആ, ഇത് ഞാൻ വായിച്ചോണ്ടിരുന്നോളാം. മോള് വന്നിട്ട് ഞാൻ പോവും. മോള് പോയിട്ട് വരൂ. വേണ്ട, മായമ്മ പോവും. ഇല്ല മോളെ, മായമ്മ പോയില്ല. മായെ ഡോക്ടർ തോമസ് മാത്യു വിളിക്കുന്നു. ഞാൻ വന്നെന്ന് ഡോക്ടറോട് ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. ചെക്കിമോളെ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. മോളെ, ഡാഡിയുടെ മുറി പോവാ. നിങ്ങൾ പോയാ മതി. ചായപ്പഞ്ചേട്ടൻ ഒരു കഥ പറഞ്ഞിട്ടേ. പണ്ട് ഞാൻ വെടിവെക്കാൻ പോയ കഥ, ആനവായട്ടിന് പോയ കഥ. എനിക്ക് കേൾക്കണ്ട. എന്നാ പിന്നെ ഒരു മ്യൂസിക് പാടിത്തരാം. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോയിക്കോ. കുഞ്ഞിനെ ബെഡിലേക്ക് എടുത്തു. ഡാഡി അടുത്തേക്ക് പോവാ. അല്ല, നമുക്കൊരു ചെറിയ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയാ പോരെ? അല്ല, ഒരു വൈറ്റമിൻ ബി കോംപ്ലക്സ് ക്യാപ്സൂൾ ഇഞ്ചക്ഷൻ. ഡോക്ടർ തോമസ് മാത്യു നല്ല മനുഷ്യനാണ്. അദ്ദേഹം നമുക്ക് ദോഷം വരുന്നൊന്നും പറയില്ല. പക്ഷേ എനിക്കാകെ പേടിയാകുന്നു സിസ്റ്റർ. പ്രശാന്ത് സാർ ഭാര്യ വെച്ചതിന് ശേഷം മദ്യപാനം തുടങ്ങിയെന്നല്ലാതെ മറ്റൊരു ചീത്തപ്പേരും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. ഞാനതൊന്നും അന്വേഷിക്കാറില്ല. അല്ല, ഞാൻ പറയായിരുന്നു, പണക്കാരായ മറ്റു ചെറുപ്പക്കാരെ പോലെ ഒരു ദുർനടപടിക്കും പോയതായി ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഡോക്ടറും അതൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. മായ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഒരു നേഴ്സിന് സങ്കല്പിക്കാവുന്നതിനേക്കാൾ നല്ല ബന്ധമായിരുന്നത്. പണക്കാരുമായിട്ടുള്ള ബന്ധം പാവങ്ങൾക്ക് കണ്ണീരാണ് സിസ്റ്റർ. എല്ലാ പണക്കാരും ഒരുപോലല്ല മായേ. എന്തോ എനിക്കറിയില്ല. ചക്കി ഉറങ്ങി. സിസ്റ്ററിനോട് ക്ഷമിക്കണം. ഒരു 2ാം കെട്ടുകാരന്റെ വിവാഹാലോചന ഒരു യുവതിയെ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. ഡോക്ടർ തോമസ് മാത്യുവിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാനതിന് പ്രേരിതനായത്. സോറി സിസ്റ്റർ, ഐ എം റിയലി സോറി. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ചെയ്ത തെറ്റാണത്. സിസ്റ്റർ അത് മറന്നേക്കൂ. ഇതെവിടെ ഇതെവിടെയെങ്കിലും എനിക്ക് മായമ്മയുടെ അടുത്ത് പോകണം. ഡാഡി ഡാഡി വീട് ഡാഡി ഡാഡി എനിക്ക് മായമ്മേനെ കാണണം. ഡാഡി എനിക്ക് മായമ്മേന്റെ അടുത്ത് പോകണം. ഡാഡി മായമ്മേനെ കാണണം. അവിടെ ബഹളം വയ്ക്കായിരിക്കും. വീട് ഡാഡി 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 എനിക്ക് മായമ്മേന്റെ അടുത്ത് പോകണം. ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കും മോളെ. നീ എന്തിനാ കരയുന്നത്? എന്റെ
ചക്കയുടെ കരച്ചിൽ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ. ജനനവും മരണവും ഒരുപോലെ കാണുന്നവരാണ് നമ്മൾ. രോഗിയോടൊപ്പം നമുക്ക് കരയാൻ പറ്റുമോ? അതിന് ചക്ക ഒരു രോഗിയല്ലല്ലോ. മായ കരയാതിരിക്കെ. ആരെങ്കിലും കണ്ടാൽ മോശമാ. ആ, നീ എന്റെ കൂടെ പോരെ, നമുക്ക് അവിടെ കഴിയാം. നീ വിഷമിക്കാതിരിക്കും മായേ. കുറച്ചു ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. എന്നാലും എനിക്ക് എന്റെ ചക്കയുടെ നോട്ടം മറക്കാനേ പറ്റുന്നില്ല. എങ്കിൽ പ്രശാന്ത് സാറിനെ കല്യാണം കഴിച്ച് ചക്കയുമൊത്ത് കഴിയണം. നിനക്കതിന് സമ്മതമില്ലല്ലോ. പണക്കാരനെ വലവീശി പിടിച്ചെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാനില്ല. അങ്ങേരുടെ സ്വന്തക്കാരൊക്കെ എന്നെ എങ്ങനെ കരുതും? സ്വന്തക്കാരല്ല, പ്രശാന്ത് സാർ അതിനെ കെട്ടുന്നത്. മറ്റുള്ളവർക്ക് പോകാൻ പറ. എനിക്കതിന് വയ്യ. പഴമക്കാര് പറയുന്ന പോലാണല്ലോ ഇത്. ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കുകയും വേണം, പക്ഷത്തെ ഇരിക്കുന്ന കളയാനും പറ്റില്ല. സിസ്റ്ററെ, മായ സിസ്റ്റർ വന്നു. അവര് ലീവില്ല. അവരെവിടെ പോയിന്നറിയോ? അവര് വീട്ടിൽ കാണും. അവിടെ ഇല്ലല്ലോ, വീട് പൂട്ടിയിട്ടിരിക്കാണല്ലോ. എന്നാലും എവിടെയെങ്കിലും പോയി കാണും. അത് പിന്നെ നിങ്ങൾ പറയണോ? എനിക്കറിഞ്ഞൂടെ? സിസ്റ്ററെ, ഒന്ന് നിന്നേ. എന്താ എന്നെ ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ്? അയ്യോ, ഞാനൊന്നൊരു തമാശ പറഞ്ഞതല്ലേ. ഇതൊരു എമർജൻസി കാര്യമാണ്. എന്ത് എമർജൻസി കാര്യം? സിസ്റ്ററെ, മുതലാളിയുടെ വീട്ടിൽ ആകെ കുഴപ്പമാ. ആ കൊച്ചി ഇന്നലെ മുതലേ നിരാഹാരത്തിലാ. മുതലാളി കൊഞ്ചു നോക്കി, നുള്ളി നോക്കി, അവസാനം തല്ലി നോക്കി. ഒരു രക്ഷയില്ല. ഇപ്പൊ ആ കൊച്ചിൻ തന്തി ഒരുപോലെ പട്ടിണി കിടന്ന് കരയുക. തന്നെ എന്തിനാ കരയുന്നത്? ഇതിനു വേണ്ടിയിട്ടല്ലേ അങ്ങനെ ജീവിക്കുന്നത്. അതിനെ തല്ലിയ സങ്കടമാ. കണ്ണീര് വരുന്നില്ലെങ്കിലും അകം മിങ്ങി പൊട്ടുകയാണ്. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യണം? ആ മായ സിസ്റ്റർ എവിടെയുണ്ടെന്ന് പറഞ്ഞു തന്നാ മതി. ഞാൻ അവരുടെ കാല് പിടിച്ച് പറയാൻ വന്നതാ. ഇക്കണക്കിന് പോയാ ഞങ്ങളെ ചക്കിമോള് നഷ്ടപ്പെടും സിസ്റ്റർ. ചക്കിമോളെ, എനിക്കിതിന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല മായേ. ഞാനും ഒരു അമ്മയാണ്. ഇതിന് സിസ്റ്റർ എന്നെ വളർത്തിക്കോളാൻ സാറ് പറഞ്ഞു. മായമ്മേ, ഇനി എന്നെ വിട്ടു പോവല്ലേ? എന്റെ അടുത്ത് വരാത്ത കക്ഷിയാ. നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പം ചടോന്ന് എന്നെ കയറി പിടിച്ചു. ഭയങ്കര സൂത്രക്കാരിയാ. ഞാൻ എന്ത് ചെയ്യും സിസ്റ്റർ? എന്റെ ഉപദേശം സ്വീകരിക്കാമെങ്കിൽ ഞാൻ പറയാം. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഓൾ ദ ബെസ്റ്റ്.